ഗുരുവിൻ്റെ ശിഷ്യനായ ഗൃഹസ്ഥ ശിഷ്യനായ അനന്തേട്ടൻ തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ അനന്തേട്ടൻ്റെ 3 പെൺമക്കൾ, 4 പെൺമക്കൾ, ഒരു ആൺകുട്ടി അല്ലേ, 4 പെൺമക്കളുണ്ട്. ഏറ്റവും ഇളയതാണ് ബേബി, പിന്നെ സന്ധ്യ, ജ്യോതി ചേച്ചി മൂത്ത കുട്ടിയിലാണ്. ഏറ്റവും മൂത്ത ജ്യോതി ചേച്ചി, ശാന്തി ചേച്ചി വിട്ടുപോയി ഞാനത്, ശാന്തി ചേച്ചി. 4 കുട്ടികൾ. ഈ 4 പിള്ളേരും ഗുരുകുലത്തിലൂടെ ജീവിച്ച്, ഗുരുകുലത്തിലൂടെ സന്തോഷിച്ച്, ഗുരുവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അനന്തേട്ടൻ നടരാജഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. ഗുരു നിത്യചൈതന്യത്തിൻ്റെ ശിഷ്യനായിരുന്നു. ആ കുടുംബം തന്നെ ഗുരുകുല കുടുംബമാണ്. അത്തരം ഒരു കുടുംബത്തിൽ ഇന്നും ബേബി ഗുരുവിൻ്റെ വചനങ്ങൾ എല്ലാ ദിവസവും ഗുരു എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെ സംസാരിച്ച് ക്ലിപ്പുകളായിട്ട്, വോയിസ് ക്ലിപ്പുകളായിട്ട് ഇടാറുണ്ട്. അപ്പോൾ ആ ബേബി നമ്മളോട് ഗുരുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ബേബിയെ ക്ഷണിക്കുന്നു. എല്ലാ ഗുരുജനങ്ങൾക്കും, ഇവിടെ ഇരിക്കുന്ന ഗുരുവിൻ്റെ ഓരോ മക്കൾക്കും എൻ്റെ പ്രണാമം. എനിക്ക് ഇങ്ങനെ ഭാഷണം തരാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഗുരുവിൻ്റെ കൂടെ നിന്നു, ഗുരുവിൻ്റെ കൂടെ ജീവിച്ചു, ഗുരുവിൻ്റെ അതേ ഗുരുകുല ജീവിത ശൈലിയിൽ പോകുന്ന ഒരു സാധാരണ ഗൃഹസ്ഥയാണ് ഞാൻ. എൻ്റെ 2.5 വയസ്സിൽ നടരാജ ഗുരു വീട്ടിൽ വന്നു. അതൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്. എന്നെ എഴുത്തിനിരുത്തിയതും ഒക്കെ നടരാജ ഗുരുവാണ്. എൻ്റെ ജീവിതം മുഴുവനും ഇപ്പോഴും നയിക്കുന്നത് ആ വിളക്കാണ്. ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഗുരു പറയുന്നത് എഴുതിയെടുക്കാനും അത് ഒക്കെ പുസ്തകമാക്കാൻ സഹായിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. എൻ്റെ ജീവിതം മുഴുവനും എല്ലാ വെക്കേഷനും ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോവുമായിരുന്നു. ഗുരു ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു. അപ്പോൾ നടരാജഗുരുവിൻ്റെ സ്വപ്നമായിരുന്നു ഓരോ വീടും ഗുരുകുലം പോലെ ആവണമെന്ന്. അത് അങ്ങനെ ഒരു ബിൽഡിംഗ് ആയല്ല, എല്ലാവരുടെയും മനസ്സിൽ ഒരു ഗുരു പ്രതിഷ്ഠിതനായിക്കൊണ്ട്, ഗുരുവിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ആരെയും ഉപദ്രവിക്കാതെ, പ്രിയം അവരൻ്റെ പ്രിയം എൻ്റെതും കൂടിയാണ് എന്ന് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരാളാണ് ഞാൻ. ഗുരുവിൻ്റെ കൂടെ 1989 വരെ ഗുരുവിൻ്റെ കൂടെ പോകാനും ഗുരുവിനെല്ലാം എഴുതി കൊടുക്കാനും അതേ ജീവിത ശൈലി എനിക്ക് നയിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗുരുകുലത്തിൽ പോകാനൊന്നും നോക്കുന്നില്ല, ഗൃഹസ്ഥ ശിഷ്യയാണ്. എനിക്ക് എൻ്റെ പരിമിതികളിനുള്ളിൽ ഒതുങ്ങി എനിക്ക് ജീവിക്കാനൊക്കൂ. അതുകൊണ്ട് എപ്പോഴും വന്ന് ഗുരുകുലത്തിൽ പ്രസൻറ്റ് തരാനുള്ള ഒരു ഇതൊന്നുമില്ല. ഞാൻ എന്ത് പഠിക്കുന്നോ അത് എല്ലാവർക്കും കൂടി ഉപകാരമാവണം. രാവിലെയും വൈകുന്നേരവും എൻ്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഞാൻ ഗുരുവിൻ്റെ ഓരോരോ ബുക്സും, ഗുരു അന്നേ അനുഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് ഗുരു ഒരു പിതാവാണ്, എൻ്റെ പ്രിയപ്പെട്ട പിതാവ്. എനിക്ക് ജന്മം നൽകിയില്ലെന്നേ ഉള്ളൂ. അതുപോലെ എനിക്ക് എന്നെ എല്ലാം അനുഗ്രഹിച്ച് വിട്ട ഒരു ഗുരുവാണ്. ഇപ്പോൾ നടരാജ ഗുരു മുതൽ ഇപ്പോഴുള്ള ഗുരു മുനി നാരായണ പ്രസാദ് വരെ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകാര്യമാക്കി വെച്ചുകൊണ്ട് അതുപോലെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ സംതൃപ്തയാണ്. 2-3 ദിവസം മുന്നേ, എത്രയോ വർഷം കഴിഞ്ഞാണ് ഞാൻ ഗുരുവിനെ കാണുന്നത്. ഞാൻ താമസിക്കുന്നത് ബറോഡയിലാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് എവിടെയൊന്നും വരാൻ അവസരം കിട്ടാറില്ല. എൻ്റെ വൃദ്ധയായ ഹസ്ബൻഡിൻ്റെ മാതാവാണ്. അതുകൊണ്ട് അവരുടെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എവിടെയും പോകാറില്ല. ഇപ്പോൾ അസുലഭ നിമിഷം, ഈ അനുഗ്രഹീത സുദിനം എനിക്ക് സ്വാമി മുക്താനന്ദ യതിയുടെ ഈ പ്രോഗ്രാമിൽ
വന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 3 ദിവസം മുന്നേ ഗുരു മുനിയെ പോയി കണ്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള ഇത് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ മിറാക്കിൾ. അപ്പം ഗുരുവിനെ കണ്ടു. ഗുരു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇത് ആര് എന്ന് ചോദിക്കുമ്പോൾ ആ വാത്സല്യം എനിക്ക് ഉൾക്കൊള്ളാനായി. അതുപോലെ തന്നെ എൻ്റെ ഗുരു നിത്യ എന്നെ 2.5 വയസ്സ് മുതൽ ഇപ്പം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ എല്ലാ ദിവസവും രാവിലെ ഗുരുവിനെ നമസ്കരിച്ചാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ ആ നിമിഷത്തിൽ ഗുരു എങ്ങനെയാണോ നമ്മുടെ ജീവിതം നയിക്കാൻ പഠിപ്പിച്ചത് അതുപോലെ ജീവിതം നയിക്കുന്നു. രാവിലെ 5 മണിക്ക് ഗുരു എണീക്കും. ഫേണിലായിരുന്നപ്പോൾ ഗുരു പറഞ്ഞ് ഞങ്ങൾ കേട്ടെഴുതി. അതുപോലെ ബുക്സുകളാക്കുമ്പോഴൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് എന്ന് എനിക്ക് അന്ന് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതൊക്കെ അതിൻ്റെ മാധുര്യം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. സെന്റ് കബീർ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് പറയാനുണ്ട്, എൻ്റെ ജീവിതം മുഴുവനും പറയാനുണ്ട്. പക്ഷേ ഈ സമയത്തിൽ എനിക്ക് ആ അനുഭവം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരാൾ ശർക്കര വായിലിട്ട് കൊടുത്താൽ എങ്ങനെ അദ്ദേഹം അത് ആസ്വദിക്കും എന്ന് വാക്കിലൂടെ പറയാൻ ഒക്കില്ല. അതുകൊണ്ട് അതുപോലെ ഞാൻ ഇന്ന് എൻ്റെ ഉള്ളിൽ പ്രസന്ന വദനയായി ഞാനിങ്ങനെ എല്ലാം ആസ്വദിക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവനും ആസ്വദിക്കുകയാണ്. ഗുരു തന്നെ എനിക്ക് കൈപിടിച്ച് തന്ന എൻ്റെ ഭർത്താവ്, എനിക്കിഷ്ടമുണ്ടായിരുന്ന ഭർത്താവിനെ ഗുരു തന്നെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് 5-ാം മാസം ഗർഭമായിരുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പം ഗുരു ചെന്നൈയിൽ എന്നെ കാണാൻ വന്നു. ഗുരു ടിബറ്റിലേക്ക് പോവുമായിരുന്നു. അപ്പം അതിന് മുന്നേ എൻ്റെ മോൻ്റെ പേര് വരെ പറഞ്ഞു തന്ന് അതുപോലെയുള്ള അത് എനിക്കൊരു അപ്പോഴല്ലേ എനിക്കൊരു മിസ്റ്റിക്കായി തോന്നുന്നു എൻ്റെ ഗുരുവിനെ. ഓരോ സമയവും ഞാൻ അനുഭവിക്കുന്നത് മുഴുവനും അദ്ദേഹത്തിൻ്റെ കാരുണ്യം മാത്രമാണ്. ഈ സൂര്യന് കീഴിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം അറിയുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ ഗുരു മാത്രമാണ്. ഞാൻ സയൻറ്റിസ്റ്റായും മ്യൂസിഷ്യനായും റൈറ്ററായും പെയിൻറ്ററായും ജീവിതാസ്വാദകനായും എല്ലാ കലയും ഒന്നിച്ചു ചേർന്ന് എല്ലാ ജീവിതവും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരേ ഒരു വ്യക്തി ഈ ഭൂമിയിലുണ്ട് എങ്കിൽ ആ ഗുരു മാത്രമാണ്. ഗുരു നിത്യയെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഓരോരുത്തർക്കും ഓരോരുടെ ജീവിതത്തിലുള്ള അനുഭവം ഞങ്ങളെയൊക്കെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതും ഈ ജീവിതമൊക്കെ സമാധാനമായി കൊണ്ടുപോകാൻ ഉള്ളതും ഒക്കെ ഗുരുവിൻ്റെ വാക്കുകൾ മാത്രമാണ്. എപ്പോഴും ഗുരു പറഞ്ഞു തരുന്നത് ആരെയും വിദ്വേഷപ്പെടരുത്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴും അവിടെ എങ്ങനെയാണോ നിന്റെ അച്ഛനും അമ്മയും നീ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ ജീവിക്കണം. അവസാന നിമിഷം വരെ ഗുരുവിന് സ്ട്രോക്ക് വന്ന് അച്ഛൻ്റെ വീട്ടിൽ കിടക്കുന്നത് വരെ ആ സമയം കൂടെ ഗുരു എൻ്റെ കൈപിടിച്ച് എല്ലാ ഉപദേശങ്ങളും തന്നാണ് ഗുരു പോയത്. ഗുരു പോകുമ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിൽ അവിടെ പഠിപ്പിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലെങ്കിലും ഗുരുവിൻ്റെ എല്ലാ എഴുത്തും എനിക്ക് വന്നിരിക്കും. ഓരോ ആർട്ടിക്കിളും വന്നിരിക്കും. ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് മുഴുവനും വെളിച്ചം തരുന്നത്. ഗുരു സമാധിയാകുന്ന സമയത്ത് മെയ്യിലായിരുന്നല്ലോ. അപ്പം മെയ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് നീ വേഗം എത്തണം. അപ്പം എനിക്ക് സ്കൂളിൽ റിസൾട്ടൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. ഗുരുവിൻ്റെ സമാധിക്ക് ശേഷമാണ് എനിക്ക് ഗുരുവിനെ കാണാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ ഫ്ലൂട്ട് വായിക്കുന്ന സമയത്ത് ഞാനതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എൻ്റെ ഗുരുവിൻ്റെ ഇച്ഛ എന്താണോ അതുപോലെ മെയ് ഫെസ്റ്റിവലാണ് നമുക്ക് ഗുരു ഫേണിൽ എപ്പോഴും ഉണ്ടാകും 30 days. അപ്പോൾ അതുപോലെ ആ തുടക്കം തന്നെ സ്വാമി മുക്താനന്ദ എഴുതി. അതുകൊണ്ട് തന്നെ നമ്മളെ ധന്യമാക്കി. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഗുരു ഇവിടെ തന്നെ ഇരിക്കുന്നത് എവറി ഡേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ഈ സമയത്ത് ഞങ്ങളൊക്കെ ഒന്നിച്ച് ഫേണിലിരുന്ന് ഞങ്ങളൊക്കെ ഒന്നിച്ച് ആസ്വദിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമമാനസരാകുമ്പോൾ ശൗക്കത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ സമമാനസരം ആവുമ്പോൾ സഹൃദയരാകുമല്ലോ. അപ്പം നമുക്ക് ദൂരവും കാലവും ദേശവും ഒന്നും അതിനകത്തില്ല. നമ്മൾ എന്ന് കാണുന്നോ എപ്പോഴും നമ്മൾ പ്രസന്നനായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്വാമി മുക്താനന്ദ എഴുതിയ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സമ്മർ വെക്കേഷന് മാത്രമേ ഫേണിൽ പോയി ഗുരുവിൻ്റെ അടുത്ത് 1 മാസം നിൽക്കും. അപ്പം ഗുരു എനിക്ക് എല്ലാം അവിടെ എന്തൊക്കെ ഉണ്ടോ ഒരു
മോൾക്ക് അച്ഛൻ എന്തൊക്കെ അയക്കുന്നോ അതുപോലെ എല്ലാ എഴുത്തും അയക്കും. ആ കൈയെഴുത്തും അതൊക്കെ ഇപ്പോഴും നോക്കുമ്പം എനിക്ക് എപ്പോഴും പുതുമയാണ്. എൻ്റെ ഗുരു എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നും. അപ്പം ആ സമയത്ത് ഈ സ്വാമി മുക്താനന്ദയേതി ഗുരുവിൻ്റെ അടുത്ത് വന്ന സമയത്ത് ഗുരു എന്നോട് എഴുതിയത് എൻ്റെ സർവകലാശാല, അപ്പം ഗുരു ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ വർക്കലയിലുള്ള ശ്രീനിവാസപുരത്തുനിന്ന് ബുക്സൊക്കെ കൊണ്ടുവന്നു. അപ്പം എനിക്ക് അതൊക്കെ ആ എഴുത്തിലൂടെ മനസ്സിലാക്കാം. അപ്പം ഗുരു ബുക്സൊക്കെ കൊണ്ടുവന്ന് അവിടെ വലിയ ലൈബ്രറി ഉണ്ടാക്കി ഫേൺ ഹില്ലിൽ. അപ്പം മോള് വന്ന് ഇവിടെ ഇരുന്ന് പഠിക്കണം അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒക്കുന്നില്ല. എല്ലാം മനസ്സിലുണ്ട്, ഗുരുവിൻ്റെ ബുക്സൊക്കെ വായിക്കുന്നുണ്ട്. ആ സമയത്ത് ഗുരു എന്നോട് പറഞ്ഞത് ഒരു റിസർച്ച് സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടെന്ന്. റിസർച്ച് സ്റ്റുഡൻറ്റ് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഗുരു പറഞ്ഞു വളരെ ഡിവോട്ടഡ് ആണ്, ഞങ്ങൾക്കൊന്നും അറിയാത്ത മാതിരിയാണ് അദ്ദേഹം പെരുമാറുന്നത് എന്ന് പറഞ്ഞു. അപ്പം ആരാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം കണ്ടത് വെക്കേഷന് പോയപ്പോൾ കണ്ടത് സുധിയായിരുന്നു. അപ്പോൾ സുധീനോട് സംസാരിക്കാനും സുധീൻ്റെ ഉള്ളിലുള്ള അറിവുകൾ കേൾക്കാനും ഒക്കെ അന്നേരം അവസരം ഉണ്ടായി. പിന്നെ നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താ പറയുക, കൃഷിയിടം വളരെ ഫലഭൂയിഷ്ടമാക്കി ഓരോ വിത്തുകൾ ഇടുന്നത് പോലെയാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തിയത്. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എങ്ങനെ ഞാൻ നന്ദി പറയണം, എൻ്റെ ജീവിതത്തോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ഗുരുക്കന്മാരോട് എങ്ങനെ ഞാൻ നന്ദി പറയണം എന്നറിയില്ല. അത്രയും ഈ മുക്താനന്ദയേതി സ്വാമി ഈ സമ്മേളനം നമുക്ക് വേണ്ടി വെച്ചത്. ഇപ്പോൾ ഗുരു ആ സമയത്തൊക്കെ ഗുരുവിന് അങ്ങനെ ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരിക്കാം. ആ ദീർഘദൃഷ്ടിയിലൂടെ ആയിരിക്കാം ഈ മോൻ എന്തെങ്കിലും ആവുന്നൊക്കെയുള്ള ഇത്. ഇപ്പൊ ഗുരു ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് ഗുരുകുലത്തിൽ പല അനുഭവങ്ങളും ഉണ്ട്. ഇപ്പൊ ഇത് സ്വാമി മന്ത്ര ചൈതന്യ സ്വാമിയെ അവിടെ വിളിച്ച് ഗുരു മോനെ പോലെ നോക്കി അവസാന നിമിഷം വരെ. അപ്പം വിട്ടുപോകുന്ന സമയത്തും ചിലവരെയൊക്കെ അടുത്തിരുത്തി. അങ്ങനെയൊക്കെ ആവുമ്പം ആ ഗുരുവിൻ്റെ മനസ്സിലുള്ള കാരുണ്യം നമ്മളിലൊക്കെ വഴിഞ്ഞൊഴുകണം. എനിക്ക് ഒരപേക്ഷയുണ്ട്, എല്ലാവരും ഗുരു എന്താണോ പഠിപ്പിക്കുന്നത് അത് ഒരു വരിയെങ്കിലും ഒരു ദിവസം ഗുരുവിനെ സ്നേഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രാധാന്യം നൽകുന്നതായിരിക്കും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മെ നയിക്കും. അത് എവിടെയോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ആ കോൺഫ്ലിക്റ്റ് നമുക്ക് തീർക്കാനാവും. എപ്പോഴും നമ്മൾ ഗുരുവിനെ പറ്റി ചിന്തിക്കുകയും ആ വചനങ്ങൾ ഓർക്കുകയും ചെയ്യുമ്പം നമ്മുടെ ജീവിതം ഓരോരുത്തരുടേതും ധന്യമാവും. നമ്മൾ ഏത് പന്താവിലാണ് എന്ന് അതിൽ വ്യത്യാസമില്ല. അപ്പം നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് എപ്പോഴും സഹകരിച്ച് ജീവിക്കണം. നിത്യചൈതന്യ ഗീതങ്ങൾ എഴുതുന്ന സമയത്ത് എൻ്റെ ചേച്ചി, എൻ്റെ നേരെ ചേച്ചി, അവൾക്ക് ഹൈസ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി ലളിതഗാനത്തിൽ. അപ്പോൾ ഗുരു വീട്ടിൽ വന്നപ്പോൾ ഗുരു പറഞ്ഞു ഒരു പാട്ട് മോൾ, അപ്പം എപ്പോഴും പാടി കൊടുക്കുമായിരുന്നു. അപ്പം ഗുരു മോള് പാട്ട് പാടുമെന്ന് പറഞ്ഞ് അപ്പം ആ പാട്ട് പാടി അതിനൊരു 5 നിമിഷം കഴിഞ്ഞ് ഗുരു എഴുതിയതാണ്, അവൾക്ക് വേണ്ടി എഴുതിയതാണ് ഓരോ ഗീതങ്ങളും, നിത്യചൈതന്യ ഗീതങ്ങൾ. അപ്പം ഗുരുവിൻ്റെ ശൈലിയിൽ ജീവിക്കാൻ വേണ്ടി, ഗുരുവിൻ്റെ ഇച്ഛയിൽ, അങ്ങനെ ഗുരുവിന് ഞാൻ പറയുന്ന മാതിരി നിങ്ങളൊക്കെ ജീവിക്കണം അങ്ങനെയൊന്നും ഗുരു പറയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ സന്തോഷിക്കുന്നത്, നിങ്ങൾ ഏത് മേഖലയിലാണോ അവിടെ നിങ്ങൾ ശോഭിക്കണം. പക്ഷേ ഒരിക്കലും ഒരു ഗുരു ഞങ്ങളെ ഒരു ചട്ടക്കൂട്ടിലിട്ട് അല്ല വളർത്തിയത്. എല്ലാം ആസ്വദിക്കാനും, കവിത ആസ്വദിക്കാനും, സംഗീതം ആസ്വദിക്കാനും, എല്ലാവരെയും സ്നേഹിക്കാനും, കാരുണ്യം കാണിക്കാനും, അതൊക്കെ ഗുരുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാലേ മനസ്സിലാവും. നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ ഒക്കൂല എപ്പോഴും. ഗുരുവിൻ്റെ ഓരോ എഴുത്തിലൂടെയും ഇപ്പോൾ ഷൗക്കൂൻ്റെ വാക്കിലൂടെ നമ്മൾ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ കാണുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് ആ ഗുരു പരമ്പരയിലൂടെ നമ്മൾക്ക് കിട്ടിയ ഈ ധനം, സർവധനം നമ്മൾക്ക് എപ്പോഴും മുതൽക്കൂട്ടായിരിക്കും. എല്ലാവരും ഗുരുവിൻ്റെ ലിറ്ററേച്ചറും എല്ലാ ഗുരുവിൻ്റെതും, ഇവൻ നാരായണ ഗുരുവിന് മുതൽ ഇപ്പോൾ ഉള്ള 4ാമത്തെ ഗുരു മുനി നാരായണ പ്രസാദിൻ്റെ കൃതികൾ വരെ എല്ലാവരും ഇച്ചിരിയെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. എല്ലാവരും എന്നും കൂട്ടായ്മയിൽ ജീവിക്കണം. ഗുരു പറയുന്നത്, ഒന്നായ മാനവർക്കൊറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകഭൂമി, ഒന്നായി പണിയെടുത്തുണ്ടണം നാം, എല്ലാവരും എല്ലാവർക്കും ഓമനകൾ. അതുപോലെ നമ്മളെല്ലാവരും
അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് എല്ലാവർക്കും ഓമനകളായി നമ്മുടെ ജീവിതം നയിക്കാം. ഗുരുവിനെ പറ്റി പറയാനുള്ള ഇനി ഒരുപാട് വാക്കുണ്ട്, പക്ഷേ ഒന്നും എനിക്ക് ഇപ്പം വരുന്നില്ല. അത് ദിവസം മുഴുവൻ, എൻ്റെ ജീവിതം മുഴുവനും നീണ്ടുപോകും. ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും പ്രണാമം.